നാടിനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതൊന്നും ചർച്ചക്കെടുക്കാൻ ഈ മാധ്യമമാപ്രാവൾ തയ്യാറാവുന്നില്ല. എന്നിട്ട് ആരെങ്കിലും ഏതെങ്കിലും മതമേധാവിമാരോ പണ്ഡിതന്മാരോ എന്തെങ്കിലും ചില കാര്യങ്ങൾ ആ മതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പൊക്കിക്കൊണ്ടുവന്നിട്ട് ആ മതവുമായി കുലബന്ധം പോലും ഇല്ലാതെ ആ മതത്തിനെപ്പറ്റി യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെ കുറെ വേട്ടാവിളിച്ചിമാരെയൊക്കെ കൊണ്ടങ്ങ് ഇരുത്തിയിട്ട് ഇല്ലാതെ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുക. ഏതൊരു കിളവിയെ കൊണ്ട് ഇരുത്തിയിട്ട് കഴിഞ്ഞ ന്യൂസ് 8 കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയാണ്. പണ്ഡിതനായ AP ഉസ്താദ് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണും പെണ്ണും ഇടകലർന്ന് ഈ വ്യായാമം ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളോടാ. അത് സ്വാഭാവികം, അത് അവർക്ക് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റി എന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാ സമുദായത്തിന്റെ ആൾക്കാരും പറയുന്നില്ലേ? ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണല്ലോ ബോംബെയിൽ ഒരു ക്ഷേത്രത്തിലേക്ക് കയറുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സന്യാസി സ്റ്റേറ്റ്മെന്റ് നടത്തി അമ്പല കമ്മിറ്റി അടക്കം. എന്തേ അതാർക്കും ചർച്ച ചെയ്യാൻ കഴിയാത്തത്? അതുപോലെ തന്നെയാണല്ലോ ഒരു പള്ളിയിലെ ഒരു അച്ഛൻ വളരെ മാന്യമായിട്ട് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവർ നടത്തിയിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ്. സ്ത്രീകൾ പള്ളിയിലേക്ക് ആരാധനത്തിന് വരുന്ന ഘട്ടത്തിൽ അവരുടെ ഡ്രസ്സ് മാന്യമായിരിക്കണം എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ എന്താ സ്വാതന്ത്ര്യം നിഷേധിക്കല? അങ്ങനെ എല്ലാ മതവിഭാഗത്തിലും ആ മതത്തിന്റെ ആചാര്യന്മാർ അവരുടെ മതവിശ്വാസികളോട് ചില കാര്യങ്ങൾ പറയും. അത് ഏകപക്ഷീയമായിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറയുമ്പോൾ ഏതെങ്കിലും മുസ്ലിം നാമധാരികളായ സ്ത്രീകളെ കൊണ്ടേ ഇരുത്തിയിട്ട് മുഴുവൻ മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേർമാ സ്ത്രീയുടെ പേടിയിലേക്ക് അങ്ങ് കൊടുത്തിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് ആ സ്ത്രീ വിഡിത്തം മുഴുവൻ വിളിച്ചങ്ങ് പറയാ ആണും പെണ്ണും തുല്യതയാ പോലും. എവിടെയാണോ തുല്യത? ആണും പെണ്ണും പ്രകൃതി തുല്യത ആക്കിയിട്ടാണോ ഇവിടെ ജന്മം കൊടുക്കുന്നത്? ആണായിട്ടും പെണ്ണായിട്ടും ജീവിക്കണ്ടേ? അത്തരം ജീവിക്കാത്ത സാഹചര്യത്തിലല്ല ഇവിടെ ഈ അനാശാസൊക്കെ വർദ്ധിക്കുന്നത്. ഈ സ്ത്രീയൊക്കെ ഇന്നലെ പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും പെൺമക്കളുടെ രക്ഷിതാക്കന്മാർ അതിൽ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. ഇതിനൊന്നും എന്തും വിളിച്ചു പറയലില്ലാത്ത നാവ് കൊണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാ. ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളെടുത്ത് കണ്ട ന്യൂസ് എന്താ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിന് മാസവേദം. അത് മലപ്പുറം ജില്ലയിൽ വെട്ടത്ത്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ 14 വയസ്സുള്ള ഒരു പെണ്ണ് പ്രസവിക്കുക. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഉണ്ടാകുന്നതാ? ഇതിനെയൊക്കെ എതിർക്കാൻ വേണ്ടിയും ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നതുമാണോ ഇവിടുത്തെ എന്താ പറയണ്ടേ സ്ത്രീയുടെ അവകാശത്തെ അങ്ങ് എന്താ പറയുന്നത് ചവിട്ടിമതിക്കുന്നു പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളെ വരെ അതിനകത്തേക്ക് വലിച്ചിട്ടുണ്ട് യാതൊരു ആവശ്യവും ഇല്ല. വിഡ്ഢിത്തത്തിന്റെ ഘോഷയാത്രകൾക്ക് ഇത്രമാത്രം കാഴ്ചപ്പാടില്ലാത്ത വിവരക്കേട് മാത്രം വിളിച്ചു പറയുന്ന കുറെ വേട്ടാവളിമാരെയും കൊണ്ടേ ഇരുത്തിയിട്ട് അങ്ങ് പറയാ ആണും പെണ്ണും ഒന്നാണ് എന്തോന്ന്. നിങ്ങൾ വലിയ താത്വികാവലം നടത്തിയിട്ട് അങ്ങ് വന്നിരുന്ന് പറയുന്നതാ. എന്നാ പിന്നെ ഒരു കാര്യം, നിങ്ങളെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം തട്ടി ടൗണിലേക്ക് അയച്ച് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് അയച്ചത് അതിലിവിടാണ് തർക്കം പറയുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ അട്ടിപ്പേരെടുക്കേണ്ട. ഓരോരാൾക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടം അതുപോലെ ജീവിക്കട്ടെ, അതുപോലെ സഞ്ചരിക്കട്ടെ. നിങ്ങൾ ഇത് അന്ത്യചർച്ചയിൽ വന്നിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് അങ്ങ് വലിയ അട്ടിപ്പേരേറ്റെടുത്തിട്ട് ഇവിടെ സ്ത്രീ എന്താ പറയേണ്ടത് ഒരു നവോത്ഥാന പോരാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നടത്തുമ്പോ ഇവിടെ പാവപ്പെട്ട രക്ഷിതാക്കന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ ഇതിങ്ങനെ പ്രോത്സാഹനം കൊടുക്കുമ്പോ ആണായിട്ടും പെണ്ണായിട്ടും ജീവിക്കണോ? അത് അങ്ങനെ തന്നെ പ്രകൃതിയെ സൃഷ്ടിക്കുന്നത്. പിന്നെ ആ വേട്ടാവളിച്ച എന്ന ആ സ്ത്രീയുടെ പേര് സൈലബിയ സുബൈദി എന്താന്ന് അറിയില്ലേ? ആ എന്ത് പൊട്ടത്തല ചോദിക്കുന്നത്? ഇവിടെ സ്ത്രീകളെ എങ്ങനെയാ അടിച്ചമർത്തുന്നത്? ആരാണോ അടിച്ചമർത്തിയിട്ടുള്ള സ്ത്രീകൾ എന്താ അവകാശമാണ് ഇവിടെ കവർന്നെടുക്കത്തുള്ളത്? എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്കും കൊടുക്കുന്നുണ്ട്. എവിടെയാ കൊടുക്കാതിരിക്കുന്നത് പറ? പിന്നെ നിന്നെപ്പോലെ കഴിഞ്ഞാടാൻ വിടുന്നില്ല എന്ന് വെച്ചിട്ടാണോ? അതിന് തറവാടി പറഞ്ഞ കുടുംബക്കാർ ആരും വിടത്തില്ല. അത് മതവിഭാഗം എന്നുള്ള ആരാരും വിടൂല. മനസ്സിലായോ? സ്ത്രീ എന്ന് പറയുന്നത് സ്വർണ്ണ രത്ന. ആ രക്തത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത്രയും സുരക്ഷിതമായിട്ട് ഞങ്ങൾ സംരക്ഷിക്കുന്നു. അത് മനസ്സിലാക്കോ? അതൊക്കെ നിനക്കൊക്കെ കാണുമ്പോൾ കുരുപൊട്ടുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നീ സ്ത്രീകളെ നിന്റെ മോളെയോ അല്ലെങ്കിൽ നിന്റെ മകനുണ്ടെങ്കിൽ മകന്റെ ഭാര്യയോ അങ്ങ് വിട്ടോ നീ. അതായത് നീ മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേരട്ടെടുക്കാനും മുസ്ലിം സമുദായത്തിന് നേരെ ഫത്ത് പേർക്കാനും നീ ആരും ആയിട്ടുമില്ല. നീ അവിടെ എന്തോ ചാവാലിപ്പെട്ടി കുരക്കുന്നില്ല, കുരച്ചങ്ങ് പോകുന്നില്ലെന്ന് ആരും മൈൻഡ് ചെയ്യാനാ? പിന്നെ പണ്ഡിതന്മാർ മതത്തിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയും. എന്താ അതിനകത്ത് തർക്കം? നാളുകളിലും പറയും. നിങ്ങൾ ഈ അന്തിച്ചർച്ച വെച്ചതുകൊണ്ട് ഇവിടെ എന്താ ഇസ്ലാമിക മതത്തിലെ സ്ത്രീകൾക്ക് നിങ്ങൾ അങ്ങ് ഉണ്ടാക്കി കൊടുക്കോ? അവര് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജീവിക്കോ? പിന്നെ ഫർദ ധരിക്കുന്നതിനെ പറ്റിയിട്ട് എന്താ ഫർദ ധരിച്ചാൽ എന്താ തെറ്റതിനകത്ത്? അവർക്ക് ഇഷ്ടമാണതെങ്കിൽ അത് ധരിക്കട്ടെ. നിങ്ങൾ ആരും ഇത് ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾക്കത് ഈ നാട്ടിലകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെ അട്ടിപ്പേർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ജന്മം കൊടുത്തതാണോ? അതൊക്കെ അവനവന്റെ കുടുംബത്തിൽ പറഞ്ഞാൽ മതി. മനസ്സിലായ? ഇവിടെ എല്ലാവർക്കും വിവരവും വിദ്യാഭ്യാസവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്.
നിങ്ങളെ അന്തിച്ചർച്ചയിൽ 4-5 വേട്ടാവളിമാരെ കൊണ്ട് ഇവിടെ സ്ത്രീകൾക്ക് അടിച്ചമർത്തപ്പെടുന്നു, ഇവിടെ ഫർദന്റെ ഉള്ളിലാക്കുന്നു, അല്ല നഗ്നമായിട്ടൊക്കെ നടക്കുക. നിങ്ങൾക്ക് കിളിപ്പെടുവോ? പോയി പണി നോക്കണം. ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്, ജനങ്ങളെ വെട്ടിക്കൊല്ലുന്ന പ്രശ്നങ്ങളുണ്ട്, ഇവിടെ പീഡനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, ഇവിടെ ലഹരി മാഫിയന്റെ വേട്ട നടക്കുന്നുണ്ട്. ചർച്ച ചെയ്യണോ നീയൊക്കെ അതിനെ വെച്ചിട്ട്? അല്ലാതെ നിന്റെയൊക്കെ കൊണക്കുന്ന മറ്റു എടുത്തുകൊണ്ട് അത് പൈങ്കിളിക്ക് അതിനെ വെല്ലുന്ന കഥയിൽ ഉണ്ടാക്കിയിട്ട് അങ്ങ് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ചർച്ച കേട്ടിട്ട് അങ്ങനെ ഇതങ്ങ് ഒലിച്ചു പോകുന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട കേട്ടാ. എന്നിട്ട് ആ സ്ത്രീ ഒരു ആലങ്കാരികമായിട്ടൊരു ചോദ്യം മറ്റേ വേറെ അപ്പുറം ഒരു വേട്ടാവളിയോട്, ഇവിടെ സ്ത്രീകൾ ഉണ്ടായത് കൊണ്ടല്ലേ ആണുങ്ങൾ ഉണ്ടായത്, പിന്നെ എന്തേ ആണുങ്ങളുടെ മുകളിൽ സ്ത്രീകളുടെ മുകളിൽ ആണുങ്ങൾ? ആ തള്ളനോട് പറഞ്ഞു കൊടുക്കണോ? അങ്ങനെ ഇവിടെ ആണുങ്ങൾ ഉണ്ടാക്കുന്ന ആണുങ്ങൾ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകൂ, എന്താ അല്ലെങ്കിൽ വായു ഗർഭം ധരിക്കുവോ? അപ്പൊ ഇത് ഈക്വാലിറ്റി ആണെങ്കിൽ എല്ലാ മേഖലയിലും ഈക്വാലിറ്റി വേണോ? മനസ്സിലായ? ഏകപക്ഷീയമായിട്ട് അങ്ങ് ഇങ്ങളെന്തോ സംഭവം ഒന്നും ഇതാക്കുമ്പോൾ ഇവിടെ സ്ത്രീകളിൽ നിന്ന് ആരും അടിച്ചമർത്തപ്പെടുന്നില്ല. എല്ലാ സ്ത്രീകൾക്കും അതിനുള്ള സ്വാതന്ത്ര്യം അവകാശം എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് മക്കളുണ്ട്, ഞാൻ അവർക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ അതേത് തരത്തിൽ ഒരു സമൂഹത്തിൽ പെണ്ണുങ്ങൾ ധരിക്കേണ്ട ഡ്രസ് ഉണ്ട്, പെണ്ണുങ്ങൾ പാലിക്കേണ്ട മിതത്വം ഉണ്ട്. അത് കൃത്യമായി പാലിച്ചിട്ടേ പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കൂ. അല്ലാതെ നീയൊക്കെ പറയുന്നത് ആണിന്റെ പോയിട്ട് മടിയിലിരുന്നിട്ട് അങ്ങ് സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് പണി വേറെ നോക്കുമെന്നറിയൂ. വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ വീട്ടിലവിടെ ഇരുത്തു. മനസ്സിലായ? ഇനി നിനക്കൊക്കെ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീയൊക്കെ ജന്മം കൊടുത്തിട്ടുള്ള പെൺകുട്ടികളെങ്കിൽ കൊണ്ടങ്ങ് ഇരുത്തി കൊടുത്തേ മടിയില്. മനസ്സിലായ? എന്നിട്ട് പറയും ഇവിടെ പ്രാകൃത സമൂഹത്തിൽ വന്ന് ജനിക്കും, ഇവിടെ നൂറ്റാണ്ട് മാറിയില്ല. അതെ, നൂറ്റാണ്ട് മാറി, നഗ്നമായിട്ട് അങ്ങ് കിടക്കുക. മനസ്സിലായ? ആ നൂറ്റാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ പ്രാകൃത സമൂഹത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ. ഇപ്പൊ ഇന്ന് തന്നെ നോക്ക് നിങ്ങൾ, എത്ര ന്യൂസാ വന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് മാസവേദം പോലും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തേക്കും. ആ രക്ഷിതാക്കന്മാരുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ. ഒരച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പയോ ഉമ്മയോ എന്തിനാ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് ഒരു നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ പോയിട്ട് തെമ്മാർത്തരം കളിച്ച് വന്നിട്ട് ഇത് ഉണ്ടാക്കി വെച്ചാൽ കുടുംബത്ത് മൊത്തം നാണക്കേടായില്ലേ? ആയില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ. ഇവനെപ്പോലുള്ള വേട്ടാവളിമാർ ചാനൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ വാദിക്കുന്നുണ്ടല്ലോ എന്റെ ഇതിനൊക്കെ. ഇതിന് പറയുന്ന കേട്ടോ, ഇവിടെ സ്ത്രീകളെയൊക്കെ അങ്ങ് അടിച്ചോടിക്കൽ ആണുങ്ങൾ, പുരുഷന്മാർ പോലും. നാണോ മാനോ ഇല്ലാണ്ട് വന്നിട്ട് പൊട്ടത്തരം പറയാ, പൊട്ടത്തരോ. വിവരം വെക്കണോ? വിവരം. ആണും പെണ്ണ് തന്നെയാ. നിങ്ങൾ ഇനി എന്ത് പുരാതനം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ? അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആണിന്റെ വേഷം ധരിച്ചോളൂ, പെണ്ണിന്റെ വേഷം ധരിച്ചോളുക. അത് അങ്ങനെ തന്നെയാ പ്രകൃതിയും, ലോകം മുഴുവൻ അങ്ങനെ തന്നെയാ. അല്ലാതെ നിനക്കൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന മറ്റേതെങ്കിലും തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലേക്ക് പോട്. കേരളത്തിലൊരു കൾച്ചർ ഉണ്ട്, ആ കൾച്ചറിലെ മുന്നോട്ട് പോകും വിവരവും വിദ്യാഭ്യാസമുള്ളവര്. അത് നിങ്ങൾ എത്ര കുരച്ചിട്ടും കാര്യമില്ല, എത്ര അന്ത് ചർച്ച വെച്ചിട്ടും കാര്യമില്ല. മനസ്സിലായ? പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിയാ പോകും. നിങ്ങൾക്കൊക്കെ അവിടെ അങ്ങനെ ചർച്ച ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ഇത് പറയാനുള്ള റൈറ്റും മറ്റുള്ളവർക്കും ഉണ്ട് കേട്ടാ. ഇനിയും തന്നെ നാണോ മാനോ ഉളുപ്പുണ്ടെങ്കിൽ ഈ ചർച്ചയൊക്കെ മാറ്റി വെച്ചിട്ട് നാടിനെ ബാധിക്കുന്ന വിഷയത്തിന് ചർച്ച ചെയ്യും. മനസ്സിലായ? നാടിനെ ബാധിക്കുന്ന വിഷയമുണ്ട്, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമുണ്ട്, സർക്കാരിന്റെ കടികാര്യസ്ഥത ഉണ്ട്. അതൊക്കെ വെച്ച് ചർച്ച ചെയ്യും പറ്റുവാണെങ്കിൽ. എപ്പോഴും പൈങ്കടിക്ക് അതിന്റെ പോക്ക് പോലെ ഏതെങ്കിലും മേലധ്യക്ഷന്മാർ എന്തെങ്കിലും വായി തുറക്കുന്നുണ്ടോ, എന്തെങ്കിലും ആക്കുന്നുണ്ടോ, എന്തെങ്കിലും പെടുക്കുന്നുണ്ടോ നോക്കിയിട്ട് ഇന്ന് 3 നേരം പെടുത്തല്ലോ, ഇന്ന് 5 നേരം ബാത്റൂമിൽ പോയല്ലോ, അത് ഇന്ന മതത്തിൽപ്പെട്ടവരെങ്ങനെയാ അങ്ങനെ പോയ ബാത്റൂമിൽ എന്നുള്ള ചർച്ചയിലൊക്കെ ഒന്ന് മാറ്റിവെക്ക് കേട്ടോ. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല.